സർ, കഴിഞ്ഞ ശബരിമല തീർത്ഥാടനം വളരെ സുഗമമായി സംഘടിപ്പിച്ച ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വിവിധ വകുപ്പ് മന്ത്രിമാരെയും എല്ലാം തന്നെ ദേവസ്വം ബോർഡിനെയും എല്ലാം തന്നെ അഭിനന്ദിക്കുകയാണ് സർ. പരാതികളില്ലാതെ തീർത്ഥാടകർക്കെല്ലാം സുരക്ഷിതമായ ഒരു തീർത്ഥാടന കാലമായിരുന്നു കഴിഞ്ഞ തീർത്ഥാടന കാലം. വളരെ മുൻകൂട്ടി തന്നെ ജൂലൈ മാസത്തോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അങ്ങനെയൊരു തീർത്ഥാടന കാലം സാധ്യമാക്കിയിട്ടുള്ളത്. തുടർന്നുള്ള വർഷങ്ങളിലും അത്തരം കാലേക്കൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് സർ. ഇത്തവണ പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തുമെല്ലാമായി ധാരാളം താൽക്കാലിക സംവിധാനങ്ങൾ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, 2018 പ്രളയത്തിൽ തകർന്ന പമ്പയിലെ വിരിപ്പന്തൽ ഉൾപ്പെടെ പമ്പയിലും നിലയ്ക്കലും എല്ലാമായി വലിയ ജർമ്മൻ പന്തലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള താൽക്കാലിക സംവിധാനങ്ങൾ അത് ഭക്തർക്ക് വലിയ ആശ്വാസമായിരുന്നു സാർ. തുടർന്നുള്ള വർഷങ്ങളിൽ ഇതെല്ലാം സ്ഥിരം സംവിധാനങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം സാർ. പാർക്കിങ്ങിന് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ ധാരാളം ഓപ്ഷനുകൾ നാം സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് എരുമേലിയിൽ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലം, സീതത്തോട്ടിലെ സ്ഥലം ഉൾപ്പെടെ തുടർന്നുള്ള വർഷങ്ങളിൽ അവിടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ കഴിയണം സാർ. പമ്പയിലും ശബരിമലയിലും എത്തുന്ന തീർത്ഥാടകരുടെ വർഷങ്ങളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സാർ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി, ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടലിൻ്റെ ഭാഗമായി ആ കാര്യത്തിൽ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലയ്ക്കലിൽ ദേവസ്വം ബോർഡിൻ്റെ ടാങ്കിൽ ഇത്തവണ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു സാർ. നമുക്ക് അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ആ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയണം സാർ. അയ്യപ്പ ഭക്തരുടെ വർഷങ്ങളായിട്ടുള്ള വിവിധ ആവശ്യങ്ങൾ അതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഗവൺമെൻറ് വിശദമായ ഒരു ലേഔട്ട് പ്ലാൻ തയ്യാറാക്കി അത് അംഗീകരിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് സാർ. 778 കോടിയോളം രൂപയുടെ ലേഔട്ട് പ്ലാനിനാണ് ഗവൺമെൻറ് മന്ത്രിസഭായോഗം അംഗീകാരം കൊടുത്തിട്ടുള്ളത് എന്നാണ് സാർ മനസ്സിലാക്കുന്നത്. ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗം ആരംഭിക്കാൻ കഴിയണം സാർ. അതോടൊപ്പം തന്നെ റോപ്വേയുടെ പ്രശ്നം വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സാർ. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് വിവിധ തടസ്സങ്ങൾ നീക്കി അതുമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സാർ. ആ റോപ്വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാവണം സാർ. കിഫ്ബിയിൽ നിന്നും ധാരാളം ഇടത്താവളങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കലെ ഇടത്താവളം പൂർത്തീകരിച്ച് അത് ഭക്തർക്കായി തുറന്നു കൊടുത്തു സാർ. ബാക്കി ഇടത്താവളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവണം സാർ. ഇതെല്ലാം പറയുമ്പോഴും കാനന ക്ഷേത്രമായ ശബരിമലയിലേക്ക് ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ വനഭൂമിയാണ് സാർ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. 13ാം ലോകസഭയിലും 14ാം ലോകസഭയിലും കമ്മിറ്റികളായിട്ടുള്ള ബൂട്ടാ സിംഗിൻ്റെയും VK മൽഹോത്രയുടെയും കമ്മിറ്റികൾ ശുപാർശ ചെയ്തിട്ടുള്ള 183 ഹെക്ടർ വനഭൂമി ശബരിമലയുടെ വികസനത്തിനാക്കി ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രി സാർ, ശബരിമലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനും ദേവസ്വം വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അംഗങ്ങളായും ശബരിമല വികസന അതോറിറ്റി എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധിച്ചു വരികയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരമുള്ള റോപ്വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് 18 സ്റ്റെപ്പ് ദാമോദർ കേബിൾ കാർസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് റവന്യൂ ഷെയർ അടിസ്ഥാനത്തിൽ നൽകി നിർമ്മാണ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. റോപ്വേ യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ ട്രാക്ടറുകൾ ഉപയോഗപ്പെടുത്തി വരുന്ന പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും റോപ്വേ വഴി ഉപയോഗപ്പെടുത്താനാകും. റോപ്വേ പദ്ധതിയുമായി
പമ്പയ്ക്കും സന്നിധാനത്തിനും ഇടയ്ക്കുള്ള 4.536 ഹെക്ടർ വനഭൂമി ഡൈവേർട്ട് ചെയ്തേണ്ടി വരുമെന്നതിനാൽ പ്രസ്തുത വനഭൂമിക്ക് പകരമായി ഇടുക്കി ജില്ലയിലെ ചിന്നക്കലാൽ വില്ലേജിൽ സ്ഥലമാണ് പരിഹാര വനവൽക്കരണത്തിനായി ആദ്യം പരിഗണിച്ചത്. എന്നാൽ പ്രാദേശിക പ്രശ്നങ്ങൾ നിമിത്തം മേൽപ്പടി സ്ഥലം പരിഗണിക്കാനായില്ല എന്ന് റവന്യൂ വകുപ്പ് അറിയിക്കുകയും റവന്യൂ വകുപ്പ് തന്നെ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി വില്ലേജിൽപ്പെട്ട മറ്റൊരു ഭൂമി പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. എന്നാൽ പ്രസ്തുത സ്ഥലം വനംവകുപ്പിന് സ്വീകാര്യമല്ലാതായി വന്നു. പിന്നീട് ദേവസ്വം വകുപ്പ് മുൻകൈയെടുത്ത് വനമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും കൂടി സാന്നിധ്യത്തിൽ സർക്കാർ തലത്തിൽ 5ഓളം യോഗങ്ങൾ ചേരുകയും അപ്രകാരം യോഗങ്ങൾ ചേർന്നതിൻ്റെ ഫലമായി കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയിൽ റവന്യൂ വനം വകുപ്പുകൾക്ക് സ്വീകാര്യമായ ഭൂമി കണ്ടെത്തുകയും പ്രസ്തുത ഭൂമി പരിഹാരവൽക്കരണത്തിനായി അനുവദിച്ചുകൊണ്ട് 16/11/2024 ഉത്തരവ് പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും പ്രസ്തുത ഉത്തരവും അനുബന്ധ വിശദാംശങ്ങളും പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വനം, വന്യജീവി ക്ലിയറൻസ് എന്നിവയ്ക്കായി സംയുക്ത പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. ശബരിമല തീർത്ഥാടനത്തിൽ എത്തിച്ചേർന്ന തീർത്ഥാടകർക്ക് സമൃദ്ധമായ തീർത്ഥാടന അനുഭവം നൽകുന്നതിനായി സ്ഥായിയായ അടിസ്ഥാന സൗകര്യ വികസനം, പരിസ്ഥിതി സംരക്ഷണം എന്ന് ഉറപ്പുവരുത്തിയ ലക്ഷ്യത്തോടെ ഈ പുതിയ ഉത്തരവ് സർക്കാർ ശബരിമല മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ശബരിമല, പമ്പ, പരമ്പരാഗത പാത, നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനത്തിന് 2050 വരെയുള്ള വികസന പദ്ധതികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാക്കിയ ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവൃത്തികൾ ആരംഭിച്ച 2011-12 മുതൽ 148.5 കോടിയോളം രൂപ സർക്കാർ വിവിധ വികസന പദ്ധതികൾക്ക് ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കൽ ലേഔട്ട് പ്ലാനിന് 2020 സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഫണ്ട് യഥാസമയം ചെലവഴിക്കാൻ സാഹചര്യം മുമ്പേ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സർക്കാർ നിരന്തരമായ ഇടപെടൽ നടത്തിയ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി ഉൾപ്പെട്ട പ്രവൃത്തികളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സന്നിധാനത്തിൻ്റെയും പമ്പ ട്രക്ക് റൂട്ടിൻ്റെയും ലേഔട്ട് പ്ലാനുകൾക്ക് സർക്കാർ 9/1/2025 അംഗീകാരം നൽകുകയുണ്ടായി. ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളുടെയും ലേഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുശൈലിക്ക് അനുസൃതമായി മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേഔട്ട് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സന്നിധാനം മേഖലയെ 8 സോണുകളായി തിരിച്ചാണ് ലേഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തിൻ്റെ വികസനത്തിനായി 2022-27 വരെയുള്ള ആദ്യഘട്ടത്തിന് 600.47 കോടി രൂപയും 2028-2033 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 100.2 കോടി രൂപയും 2034 മുതൽ 34 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77.68 കോടി രൂപയും ഉൾപ്പെടെ 778.17 കോടി രൂപയുടെ ലേഔട്ട് പ്ലാൻ പ്രകാരം അംഗീകാരം നൽകിയിരിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിനായുള്ള ട്രാൻസ്മിറ്റ് ക്യാമ്പയിനായിട്ടാണ് പമ്പയെ ഒരു ലേഔട്ട് പ്ലാൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. കാനനപാതയിലൂടെയുള്ള തീർത്ഥാടന സുരക്ഷിതവും സൗകര്യപ്രദമായ യാത്രയ്ക്ക് ഉതകുന്ന വിവിധ സങ്കേതങ്ങളുടെയും വിശ്രമ സ്ഥലങ്ങളുടെയും ആവശ്യകതയാണ് ട്രക്ക് റൂട്ടിൻ്റെ ലേഔട്ട് പ്ലാനിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഒരു എമർജൻസി വാഹന പാതയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തെ പിന്തുണയ്ക്കുന്നതിനായി ട്രക്ക് റൂട്ട് ഇരുവശത്തും ബഫർ സോൺ സ്ഥാപിച്ചിട്ടുണ്ട്. ചെറുതോ താൽക്കാലികവുമായ നിർമ്മിതികൾക്ക് പരിമിതമായ അനുമതി ബഫർ സോണിൽ അനുവദിക്കും. കൂടാതെ തീർത്ഥാടകർക്കുള്ള ആവശ്യ സേവനം നൽകുന്നതിനായി ബഫർ സോണിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി 2025-2030 കാലയളവിൽ 314.96 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ശബരിമല തീർത്ഥാടക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചുള്ളത്. അവരുടെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. 1. പമ്പ ഗണപതി ക്ഷേത്രം മുതൽ പമ്പ ഹിൽ ടോപ്പ് വരെ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന സുരക്ഷാ പാലം, അതിന് 31.90 ലക്ഷം രൂപ. 2. നിലയ്ക്കൽ ഇടത്താവളത്തിലെ കോർ ഏരിയയുടെ വികസനം 28.40 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. കുന്നാറിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് 994 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിലയ്ക്കൽ ഇടത്താവളങ്ങളിലെ റോഡുകളുടെയും അനുബന്ധ പാലങ്ങളുടെയും നിർമ്മാണം വിശദമായ പദ്ധതി രേഖ പ്രകാരം അടങ്കൽ തുക 145 കോടി മാറ്റിയിരിക്കുന്നു. 5. ശബരിമല സന്നിധാനത്തെ തീർത്ഥാടന സൗകര്യം കേന്ദ്രം, തന്ത്രിമഠം, പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം എന്നിവയുടെ നിർമ്മാണം എല്ലാം കൂടി 96 കോടി രൂപ. ശബരിമല സന്നിധാനത്ത് അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന പ്രവൃത്തി 372 ലക്ഷം രൂപ. കൂടാതെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടക നിർഗമന പാലം, നിലയ്ക്കൽ ഇടത്താവളങ്ങളിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനവും എന്നിവയ്ക്കായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്ന നടപടിയും സ്വീകരിച്ചു വരും.
ചോദ്യം. സർ, നമ്മളിപ്പോൾ ധാരാളം ഇടത്താവളങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന സീതത്തോടും കോന്നിയും ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങൾ എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഇവിടെ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ സർ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. അത് പരിശോധിക്കാവുന്നതാണ് സാർ.